ഇറ്റാലിയെ വിളിക്കാം. അങ്ങനെ കഴിഞ്ഞു ഈഗിൾ നമ്മുടെ ഫൈനൽ. അവർ ചോദിച്ചോ, ഡ്രാഗ് ചോദിച്ചോ അവരുടെ അടുത്ത്. എല്ലാരും വരാൻ താല്പര്യം ഉണ്ടെന്ന് ആ പറയാം. എന്നാ എല്ലാരും വിളിക്കും. സോ വരുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം, എല്ലാരും വരട്ടെ. സോ എല്ലാവർക്കും വെൽക്കം. നിങ്ങളാണ് അപ്പൊ ചാമ്പ്യൻസ്. ഫസ്റ്റ് തന്നെ കൺഗ്രാറ്റുലേഷൻസ് ഫ്രം ടീം റാംപേജ്. ടോട്ടലി എത്രയാണ്? 232 പോയിന്റ് ആണ് ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് നിങ്ങൾ സെക്യൂർ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് ജേണി. സംഭവം വെച്ചാല് എല്ലാം ഏകദേശം വിചാരിച്ച പോലെ ഫസ്റ്റത്തെ എല്ലാ കളിയും പോയി. ലാസ്റ്റത്തെ കളി പിന്നെ നമ്മള് കുറച്ച് ഡിസ്കോഡിനൊക്കെ കുറച്ച് ഇഷ്യൂ വന്ന് അങ്ങനെ കുറച്ച് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ പറ്റി. ഇടയ്ക്ക് വെച്ച് ഡിസ്കോഡ് മൊത്തത്തിൽ ഡിസ്കണക്ട് ആയിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് കളിയിൽ കുറച്ച് ഇതായി. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ നല്ല കളിയായിരുന്നു എല്ലാവരും. ഓക്കെ. സോ നമ്മുടെ ഒരു റൂൾസ് പ്രകാരം എക്സ്ലാൻഡിസ് സിറ്റിയില് ഒരു സ്ലോട്ടായിരുന്നു ടോപ്പിൽ വരുന്ന ടീമുകൾക്ക്. സ്ലോട്ടിൽ ഇല്ലാത്ത പ്ലേയേഴ്സ് ആരെങ്കിലും ആണ് ടോപ്പ് 3 വരുന്നതെങ്കിൽ അവർക്കൊരു സ്ലോട്ടാണ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഓഫർ ചെയ്തിരുന്നത്. കറന്റ് നിങ്ങൾ ഇറ്റാലി എന്നുള്ള പേരിൽ തന്നെ കളിച്ച് മുന്നോട്ട് പോകാനാണോ താല്പര്യം? ഗ്യാങ് ആയിട്ട് കളിക്കുന്നില്ല. സോ അപ്പൊ നിങ്ങൾ കളിക്കുന്നില്ലെങ്കിൽ അടുത്ത വരുന്ന ഒരു ഗ്യാങ്ങിനായിരിക്കും ആ ഒരു ചാൻസ് കൊടുക്കാൻ പോണത്. അപ്പൊ അത് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ. സോ അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് എല്ലാവർക്കും. നിങ്ങളുടെ പ്രൈസ് പൂൾ ഒരു 3 ഡേയ്സിനുള്ളിൽ ഇവിടുന്ന് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നാൽ മതി. നിങ്ങളുടെ അതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കും ഒരു 3 ഡേയ്സിനകത്ത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? വേറെ അധികം ഒന്നും പറയാനില്ല. എല്ലാവരും നല്ല, നമ്മള് മാത്രല്ല ബാക്കി എല്ലാ ടീംസും നല്ലോണം കളിച്ചു. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പൊ താങ്ക് യു. ഓക്കെ. സോ അടുത്ത ടീമിനെ ഡ്രാഗ് ചെയ്തോ ബക്കു. അടുത്ത ടീമിന് പോയോ? TV 4 പേര് ഇരിപ്പോളൂ. ഞാൻ ബാക്കി എല്ലാവരും വിളിക്കാൻ പറയാം. സോ എന്തായാലും നമുക്ക് നോക്കാം. എന്താടാ? അപ്പൊ രണ്ടാമത്തെ ടീമിനെ നോക്കാം. അടുത്ത ടീമിനെ വിളിക്കാം. നമുക്ക് TVയിലെ പ്ലേയേഴ്സിനെ വിളിക്കാം. നമുക്ക് TVയിലെ പ്ലേയേഴ്സിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. RC7 ഫുൾ ഉണ്ടാന്ന് നോക്കണം അവരില്ലെങ്കിൽ അവരുടെ RC7 അടുത്തൂടെ ഒന്ന് വരാൻ പറ. അപ്പം ഈഗിൾ എന്തായാലും നമുക്ക് ഇനി ഒരു ടൂർണമെന്റ് ഒക്കെ ഇനി പെട്ടെന്ന് തന്നെ ആലോചിക്കുമോ അതോ? ഇല്ല, പെട്ടെന്നില്ല. അടുത്തത് ചെയ്യുമ്പോ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് ചെയ്യണം. അടുത്തത് ചെയ്യുമ്പോ സോ എന്തായാലും നമ്മൾ ഈ ഒരു ടൂർണമെന്റ് എന്താണ് തുടങ്ങിയത് എന്ന് അതൊക്കെ ഒന്ന് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് തുടങ്ങിയ കാരണവും അതൊക്കെ അതെല്ലാം പറയാം. നമുക്ക് ഇതൂടെ ഇവരെയും കൂടെ വിളിച്ച് എല്ലാം ഒന്ന് ഇതാക്കിയതിനു ശേഷം നമുക്ക് സംസാരിക്കാം. അതൊരു വരും വാല വെക്കുന്നു. TVയിലെ എല്ലാ മെമ്പേഴ്സിനും വെൽക്കം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ബീങ് #2 ഇൻ ദ ടൂർണമെന്റ്. എന്താണ് പറയാനുള്ളത്? അത്ര സന്തോഷത്തിലല്ല, പക്ഷെ ഞങ്ങൾക്ക് ഫസ്റ്റ് ആയിരുന്നു വേണ്ടത്. പക്ഷെ നമുക്ക് കുറച്ച് മിസ്കമ്മ്യൂണിക്കേഷനും മിസ് കോൾസ് ഒക്കെ വന്നിട്ട് അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി ഞങ്ങളുടെ. അപ്പം ബട്ട് സ്റ്റിൽ #2 is a good score bro. #2 എന്ന് പറയണത്
ടൂർണമെന്റിലെ രണ്ടാമത്തെ സ്കോറിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. And എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്ന് തോന്നിയത്? എന്താണ് നിങ്ങൾക്ക് എന്താണ് പറ്റിപ്പോയതെന്ന് പറഞ്ഞാവോ? അതായത് എന്താ പറയാ, നമുക്ക് സോണിന് വേണ്ടി കളിച്ചാൽ മതിയായിരുന്നു. നമ്മളിപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ് ഇച്ചിരി അടിച്ച് കളിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്ന് കുറച്ച് പേർക്ക് അങ്ങനെ ഉണ്ട്, കുറച്ച് പേർക്ക് അങ്ങനെ. അപ്പം അങ്ങനെ വന്നപ്പം നമ്മളപ്പം പൊസിഷനൊക്കെ വിട്ടൊന്ന് തള്ളാൻ ശ്രമിച്ചു, മനസ്സിലായി. അപ്പം നമ്മുടെ പൊസിഷൻ പോയി, അതാണ് പറ്റിയത്. ഇങ്ങനത്തെ നമുക്കൊരു മൊമെന്റ് അതങ്ങ് പോയി. ഓക്കെ, കുഴപ്പമില്ല. എനിവേ ആഷു ഇസ് എ വെരി ഗുഡ് സ്കോർ. കൺഗ്രാചുലേഷൻസ്. നിങ്ങളുടെ പ്രൈസ് മണി ഒരു 3 ഡേയ്സിനുള്ളിൽ തന്നെ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ടൂർണമെന്റ് MVP-യും കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ അങ്ങ് അനൗൺസ് ചെയ്യുവാണ്. ടൂർണമെന്റ് MVP ഇറ്റാച്ചിയും അതുപോലെ തന്നെ വില്ലു പ്രൊഫസറുമാണ്. അവർ ഈക്വലി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ തീരുമാനിക്കാം ആരാണ് MVP എന്ന്, അല്ലെങ്കിൽ ഈക്വലി നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. ഏറ്റവും നല്ലത് ഞങ്ങൾ ഈക്വലി ഡിവൈഡ് ചെയ്ത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടൂർണമെന്റിലെ MVP എന്ന് പറയുന്നത് TVA ഇറ്റാച്ചിയും അതുപോലെ തന്നെ TVA വില്ലു പ്രൊഫസറുമാണ്. ടിവിയുടെ സൈഡിൽ നിന്നും ഓൾ ഓവർ ദ ടൂർണമെന്റിലെ MVP ആയിരിക്കുന്നത്. അതിന് രണ്ടുപേർക്കും വില്ലും ഇറ്റാച്ചി ഉണ്ടെങ്കിൽ 2 വാക്ക് സംസാരിക്കണം. ആക്ച്വലി പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡിസർവിങ് വില്ലുമോനാണ്. കാരണം വില്ലുമോനാണ് നമ്മുടെ കൂട്ടത്തില് വെടിവെക്കാൻ വേണ്ടി കളിച്ചത്. ഞാൻ അങ്ങനെ, അതായത് എന്താ പറയാ, അങ്ങനെ ഫ്രണ്ടിൽ കയറി വെടിവെക്കുന്ന ഒരു കൂട്ടത്തിലുള്ളതല്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയ കില്ലെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ, ലൈക്ക് എത്ര ആൾക്കാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അങ്ങനെ കിട്ടണ കില്ലാണ്. വെൽ ഡിസർവിങ് എപ്പോഴും വില്ലുമോനാണ്. സോ എനിക്ക് തോന്നുന്നു MVP വില്ലുമോനായിരിക്കും കുറച്ചുകൂടെ ഡിസർവിങ്. ആൻഡ് വില്ലുമോൻ 2 വാക്ക് പറയണം. ഹലോ, വില്ലുമോൻ പറയണം. എനിക്ക് ഫസ്റ്റ് മാച്ച് കളിച്ചപ്പോൾ എനിക്ക് പിന്നത്തെ മാച്ചുകളൊന്നും എനിക്ക് കളിക്കാൻ പറ്റിയില്ല. എനിക്ക് വളരെ ബാഡൊക്കെ ആയിരുന്നു. സെക്കൻഡ് മാച്ച് സെമിയൊക്കെ ഒന്നും മര്യാദയ്ക്ക് അടിച്ചൊന്നും കളിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഫൈനൽ വരുമ്പോൾ ഫസ്റ്റത്തെ കളിയൊക്കെ 2-3 റൗണ്ടൊക്കെ 2 മാച്ച് പോയപ്പോഴേ നല്ല രീതിയിൽ ഡൗൺ ആയി. പിന്നെ കുറെ മിസ്റ്റേക്ക് കാരണം കുറെ കളി പോയി. പിന്നെ ഇത്രയുള്ള. ഓക്കെ, എന്തായാലും എടാ കൺഗ്രാചുലേഷൻസ് രണ്ടുപേർക്കും. അതുപോലെ തന്നെ ടിവിയിലെ എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് ഫോർ ബീയിങ് ഹാഷ് ടു ഇൻ ദ ടൂർണമെന്റ്. അപ്പോൾ അടുത്തൊരു ടൂർണമെന്റിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ. വെൽ പ്ലേഡ്. നമുക്ക് ഹാഷ് 3 വന്നിരിക്കുന്നത് RHS7 ആണ്. നമുക്ക് RHS7ലെ പ്ലേയേഴ്സിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. RHS7ലെ പ്ലേയേഴ്സിനെ ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു ലീഡർ ബോർഡ് ചേഞ്ച് വരുത്തിക്കൊണ്ട് വന്ന ഒരേ ഒരു ടീം. യെസ്. സോ കേൾക്കാം. RHS7 സോ ഗൈസ് 79 പോയിന്റ് സെക്യൂർ ചെയ്തുകൊണ്ട് പോയിന്റ് ടേബിളിൽ 3-ാമത് എത്തിയിരിക്കുകയാണ് നിങ്ങൾ. ആൻഡ് ടൂർണമെന്റ് ഫിനിഷിംഗ് ചെയ്യുന്നത് 3-ാം സ്ഥാനത്താണ്. സോ ആദ്യം തന്നെ കൺഗ്രാചുലേഷൻസ്, വെരി വെൽ പ്ലേഡ്. നല്ല കുറെ ഗെയിം പ്ലേ നിങ്ങളുടെ സൈഡിൽ നിന്ന് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ആൻഡ് നന്നായിട്ട് കളിച്ചു. എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? പറയാനുള്ളതെന്ന് വെച്ചാ ഇത്ര നല്ല, സത്യം പറയാലോ, ഈ ഒരു ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്തതിന് സത്യം പറഞ്ഞാൽ വലിയൊരു താങ്ക്സ്. ബിക്കോസ് ഇങ്ങനെ PUBG കണക്ക് തന്നെ ഈ ഒരു GTA ഇത് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ഈ 120 പ്ലേയേഴ്സ് വന്നപ്പം ജസ്റ്റ് കത്തിപ്പോയതിന്റെ ഒരു ഇതല്ലാതെ വേറെ ഒരു സീനും ഇതിൽ വന്നിട്ടില്ല. ഇത്രയും വലിയൊരു ടൂർണമെന്റ്, ലൈക്ക് 800 പ്ലേയേഴ്സ് കളിക്കാൻ പറ്റിയവർക്ക് എല്ലാവർക്കും ഈ കമ്മ്യൂണിറ്റി തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ PC പ്ലേയേഴ്സും ഇതിൽ വന്നിട്ടുണ്ട് ഈ ഒരു ടൂർണമെന്റ് കളിക്കാൻ വേണ്ടി. അതിൽ നിന്ന് ഈ ഒരു ഫൈനലിൽ കയറി ടോപ്പ് 3 അടിച്ചതിൽ സത്യം പറഞ്ഞാൽ ഹാപ്പിയാണ്. പക്ഷേ ഇത് കുഴപ്പമില്ല. ഇനിയും ടൂർണമെന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും എല്ലാവർക്കും ഒരു ചാൻസ്. അതേ കണക്ക് തന്നെ ഒരു ചെറിയൊരു വിഷമം എന്ന് വെച്ചാൽ ഇപ്പൊ എക്സ്ലാൻഡിസിലോട്ട് വരുവാണെങ്കിൽ തന്നെ നമ്മുടെ 2 പ്ലേയേഴ്സ് ഇല്ല. ആ ഒരു കൺസേൺ മാത്രമേ ഉള്ളൂ, ഒരു വിഷമമായിട്ട് പറയാൻ. ശരിക്കും പറഞ്ഞാൽ അത് നമുക്കായിട്ട് ഒരു ടൂർണമെന്റ് നമുക്ക് വേണ്ടി മാറ്റിത്തരാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഉറപ്പായിട്ട് ചെയ്തേനാടാ. ഇതൊന്ന് ഈ ഏജ് ലിമിറ്റ് ആണ്. നമ്മളത് ഒരുപാട് പ്ലേയേഴ്സിനെ, സിറ്റിസൺസ് അടക്കം ഗ്യാങ്ങുകളടക്കം ഒരുപാട് പ്ലേയേഴ്സിനെ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് അത് പോളിസി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് ഒന്നും ചെയ്യാനില്ല. എന്തായാലും എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്, വെരി വെൽ പ്ലേഡ്. ആൻഡ് നിങ്ങളുടെ പ്രൈസ് മണി വിൽ ബി ഹാൻഡ് ഓവറിംഗ് വിത്തിൻ 3 days. നിങ്ങളുടെ കയ്യിൽ പ്രൈസ് മണി എത്തുന്നതായിരിക്കും.
അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്, ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ കുറച്ച് പ്ലേയേഴ്സും ടോപ്പ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ. ഒരു അവസരം എവിടെയും തന്നെ കൂടുതൽ കഴിവ് കളിക്കാറില്ല. എടാ, നിനക്ക് കഴിവില്ലാത്തോണ്ടല്ല നീ ഇവിടെ കളിക്കാൻ, നിനക്ക് പ്രായമില്ലാത്തോണ്ടാ കളിക്കാൻ പറ്റാത്തത്. അതാണ് അത് മനസ്സിലാക്കേണ്ട കാര്യം. നേരത്തെ ജനിക്കണോടാ. ആൻഡ് സ്ലോട്ടിന്റെ കാര്യം ഓൾറെഡി ടോപ്പിൽ വന്നിരിക്കുന്നത് ഇറ്റാലിയ ആയിരുന്നു. ഇറ്റാലിയക്ക് ഇവിടെ കറന്റ് ഗ്യാങ് ആയിട്ട് കളിക്കാനുള്ള ഒരു താല്പര്യമില്ല എന്നാണ് അവർ പറയണത്. സോ അപ്പം ബാക്കി സ്ലോട്ട് ഡീറ്റെയിൽസ് എല്ലാം എക്സ്ലാൻഡിസിന്റെ സൈഡിൽ നിന്നുള്ള അനൗൺസ്മെന്റ് നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ്, ഗ്യാങ് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സൈഡിലേക്ക് വരുന്നതായിരിക്കും എന്തായാലും. താങ്ക് യു. ഓക്കെ ഓക്കെ, ബൈ ബൈ. പൊളിക്ക്. ആൻഡ് ഫൈനലി ഇവിടെ എന്താ പറയാ, ഇനിയിപ്പോ ഗൈസ് ആൻഡ് ഇവിടെ ടൂർണമെന്റ് തീരുവാണ്. ആൻഡ് ഇറ്റ്സ് ബീയിങ് എ വണ്ടർഫുൾ ജേർണി വിത്ത് യു ഗൈസ് ആൻഡ് ദ എൻ്റയർ ടീം ഓഫ് റാംപേജ്. ഞാൻ ആദ്യം തന്നെ ഈ ഒരു ടൂർണമെന്റ് ഇവിടെ നടക്കാനുള്ള ഒരു വലിയ കാരണം എന്ന് പറയണത് ഒരാളാണ്, അത് നിഞ്ചയാണ്. നിഞ്ചയുടെ അടുത്തു നിന്നാണ് ഈ ഒരു ടൂർണമെന്റ് തുടങ്ങിയത്. സോ നിഞ്ചയുടെ അടുത്ത് ഈ ഒരു ടൂർണമെന്റ് നടത്തിയതിന് ഒരു ഗുഡ് കോസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ കൂട്ടത്തിലൊരു പയ്യന്റെ വീട് ജപ്തിയാണ്. സോ ആ ജപ്തിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു എമൗണ്ട് കൊടുക്കണമായിരുന്നു. പ്ലസ് എല്ലാവർക്കും എൻഗേജിങ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ്, കുറച്ച് നാളായിട്ട് സെർവറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ പറയണതുപോലെ എല്ലാ പ്ലേയേഴ്സിനും ഒരു ആക്ടിവിറ്റി ആവട്ടെ എന്നുള്ള ഓൺ ദ സെയിം സൈഡ് തൊട്ടപ്പുറത്ത് അവിടെ എക്സ്ലാൻഡിസ് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പോൾ അതും ഉണ്ടായിരുന്നു. അതും ആ ഒരു വഴി കൂടെ നടന്നു. ആ ഒരു സെയിം സമയത്ത് ഓഡിയൻസും അതുപോലെ തന്നെ പ്ലേയേഴ്സും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നടത്തിയത്. പ്ലസ് ഈ ഒരു ഇതിൻ്റെ ടൈം ലിമിറ്റും, അവൻ്റെ ആ വീടിൻ്റെ കേസിൻ്റെ ഒരു ടൈം ലിമിറ്റും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒരു കാര്യത്തിൽ നടത്തിയത്. ആൻഡ് അതൊരു നിഞ്ചയുടെ അടുത്ത് നമ്മളിത് പറഞ്ഞ സമയത്ത് 4 ദിവസം കൊണ്ട് അവൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ഇതുപോലത്തെ ഒരു ടൂർണമെന്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് മേടിക്കാൻ വേണ്ടി അപ്രോച്ച് ചെയ്തപ്പം സ്ക്രിപ്റ്റിന് നമ്മളോട് പറഞ്ഞ റേറ്റ് എന്ന് പറയണത് 4 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെയാണ്, മനസ്സിലായി? ഇതേപോലത്തെ ടൂർണമെന്റ് നടത്തുന്ന ആ 4 ലക്ഷം രൂപയുടെ സ്ക്രിപ്റ്റാണ് ഒരു 4 ദിവസം കൊണ്ട് നിഞ്ച ഇരുന്ന് പണിത് ഇതിലാക്കിയത്. ആൻഡ് നിഞ്ച അത് പണിത് കൊണ്ടുവന്ന സമയത്ത് ആ സ്ക്രിപ്റ്റ് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാൻ നമുക്ക് സമയം അവന് നിഞ്ചയ്ക്ക് കിട്ടിയില്ലായിരുന്നു. സോ ആ ഒരു സമയത്ത് നമുക്ക് അപ്പാപ്പൻ മാസ് എൻട്രി വന്നിട്ട് പറഞ്ഞ് എക്സ്ലാൻഡിസിലെ എല്ലാ ഡെവലപ്പേഴ്സിനെയും നമ്മൾ ഇവിടെ ഇട്ട് തരും എന്നുള്ള രീതിയിൽ ബ്രാവോ ഇവിടെ വന്ന് പറഞ്ഞ് അങ്ങനെ എക്സ്ലാൻഡിസിലെ എല്ലാ ഡെവലപ്പേഴ്സും എല്ലാവരും വന്ന് നിഞ്ചയെ ഹെൽപ്പ് ചെയ്ത് അതിനകത്തുള്ള എല്ലാ എറേഴ്സും ഫിക്സ് ചെയ്ത് ആണ് ഈ ഒരു ടൂർണമെന്റ് ഇങ്ങനെ പോയത്. ആൻഡ് ആദ്യത്തെ നിഞ്ചയോടുള്ള ആ ഒരു ഷൗട്ട് ഔട്ടിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു നന്ദിയുടെ ശേഷം ഞാൻ എക്സ്ലാൻഡിസിലെ എല്ലാ ഡെവലപ്പേഴ്സിനോടും ഒരു സ്പെഷ്യൽ താങ്ക് യു ഫ്രം മൈ ബോട്ടം ഓഫ് ദ ഹേർട്ട് ഞാനിവിടെ പറയുകയാണ്. അത് ഒരിക്കലും അതില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് നടത്താൻ പറ്റില്ല ഗൈസ്. നമ്മൾ ആദ്യത്തെ ടോപ്പ് 3 ആൾക്കാരെ വിളിക്കുന്നത് നല്ല. ഇപ്പം ഞാനിപ്പോൾ ബ്ലാക്ക് സ്കോഡിനെ വിളിച്ചാൽ തൊട്ട് താഴെയുള്ള TGയെ വിളിക്കണം, ഓരോരുത്തരെയും വിളിക്കേണ്ട ഒരു ഇതാവും. നമുക്ക് ആദ്യം ഇതൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പിന്നീട് പരാതി ആവണ്ട. ടോപ്പ് 3 അല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്, അത് അങ്ങനെ അങ്ങ് നിൽക്കട്ടെ ഗൈസ്, ചില്ലാവും, എല്ലാവരും ചില്ലാവും. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ഇതോടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് നോഡിനെയാണ്. നോഡ് ഡെവലപ്മെന്റ് സൈഡിലാണെങ്കിലും ബാക്കിയുള്ള സൈഡിലാണെങ്കിലും ഈ ഒരു വെബ്സൈറ്റ് നമ്മുടെ ഇവിടെ ഈ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ട് ബിൽഡ് ചെയ്ത് വെച്ചത് നമ്മുടെ നോഡാണ്. നോഡ് താങ്ക് യു സോ മച്ച്. ഒരിക്കൽ എത്ര നന്ദി പറഞ്ഞാലും തീരുമില്ല. ആൻഡ് അതേപോലെ തന്നെ മെയിനായിട്ട് എന്ന് വെച്ചാൽ ഒരു നിങ്ങൾക്ക് ഒരു ടൂർണമെന്റിൽ ആദ്യത്തെ ദിവസങ്ങളിലായപ്പോലും പിന്നീട് ഇവിടെയുള്ള ബഗ്ഗുകളൊക്കെ പടപടയെ ഫിക്സ് ചെയ്താണ് വന്നുകൊണ്ടിരുന്നത്. ഷേഖെ താങ്ക് യു സോ മച്ച്. 500 വി വിൽ മിസ് ദിസ് ടൂർണി. GG ഓൾ ടീം. താങ്ക് യു സോ മച്ച് ഷേഖെ. അപ്പോൾ അതിലൊരു വലിയ റോള് നോഡിനുണ്ട്. ആൻഡ് അടുത്തതായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് എക്സലാൻഡിസിൽ നിന്ന് ഇവിടെ സ്പെക്ക് ചെയ്യാൻ വന്നതിൽ പക്കു, നമ്മുടെ വോൾട്ടർ വൈറ്റ്, എക്സലറേറ്റ്, ടോം അഡ്മിൻ ഇവരുടെ അടുത്തൊക്കെയാണ്. ആൻഡ് മെയിനായിട്ട് അതിൽ പക്കുവിൻ്റെ കാര്യം എടുത്തു പറയണം. ഉച്ചയ്ക്ക് ടെസ്റ്റ് മാച്ച് തൊട്ട് രാത്രിയിൽ വരെ
എല്ലാത്തിനും ഇവിടെ ഫുൾ ടൈം സ്പെക്കിലിരിക്കുന്നതായിരുന്നു പക്കു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് പാർട്ട് ഓഫ് അസ് ഈ ഒരു ജേർണി. എന്നെ ഇതിൽ കൺസിഡർ ചെയ്തതിനും താങ്ക് യു സോ മച്ച് ഈഗിൾ ബ്രോ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനിയും മുന്നോട്ട് ഒരുപാട് ഈ ഒരു സെയിം ടീമായിട്ട് നമുക്ക് മുന്നോട്ട് ഒരുപാട് നല്ല ടൂർണമെന്റും കാര്യങ്ങളും ഒക്കെ നടത്താൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് അടുത്തതായിട്ട് ഞാൻ നമ്മുടെ രായനെ ഫ്രം ദ ഇത് പ്ലാൻ ചെയ്യണം തൊട്ട് പോസ്റ്റർ അടിക്കുന്നതും തൊട്ട് പടം റിലീസ് ആവുന്നത് വരെ ബാക്ക് എൻഡിൽ നിന്ന് ചെയ്ത ഒരാളെന്ന് പറയണത് രായനാണ്. അവൻ അതിൻ്റെ ഇടയ്ക്കൂടെ അവൻ്റെ PC കത്തിപ്പോയി. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നത്തെ ദിവസം രായൻ ഇവിടെ വരണം എന്ന്. അപ്പോൾ രായൻ ഇതിലൊരു വലിയ റോളുണ്ട്. രായ, താങ്ക് യു സോ മച്ച് നമ്മൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഇതിൽ നീ എല്ലാ ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് ഞാനൊരു താങ്ക് യു പറയാണ്. ഓൾ എഫേർട്സ് നീ ഇതിലിട്ടതിന്. അല്ല, എനിക്കൊരു ജസ്റ്റ് ഒരു കാര്യം, അതായത് പോസ്റ്ററും കാര്യങ്ങളും ഡേ ടു ഡേ അപ്ഡേറ്റ് ചെയ്തത് നമ്മുടെ 2 പിള്ളേരാണ്. അവരുടെ പേര് കൂടി പറയണോ? നീ പറഞ്ഞു സംസാരിക്കേ. ഓക്കെ, അപ്പൊ അൻസിലും നമ്മുടെ അൻസിലും ടോബിയും ഇവനും. സോ അൻസിലും ടോബിയുമാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പോസ്റ്ററുകളും, നിങ്ങൾ ഈ കാണുന്ന പോസ്റ്റേഴ്സും ബാക്കിയുള്ളത് എല്ലാം ചെയ്തു തന്നിരിക്കുന്നത്. അവർക്കും ഓരോ മാച്ച് കഴിയുമ്പോഴും ഓരോ ഡിസൈൻസും അതും ഇതും എല്ലാം ചെയ്ത് അവർക്ക് ഒരു പ്രത്യേക നന്ദി പറയുന്നു. ആൻഡ് ദിൽഷാദ് ബ്രോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരിവൺ ഹു മാനേജ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ദിസ് അമേസിംഗ് ടൂർണമെന്റ്. ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ഫ്രം RZ7. Dilshad bro, thank you so much for the 1000 points. And